MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. ഇതിനായി 15 ചുള ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. 200 ഗ്രാം ശർക്കര വേണം. ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. ഇത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇത് വേവുന്ന സമയത്ത് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് ചൂടാറാനായി വെക്കാം. ചക്ക വെന്ത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്കിനി 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ അധികം ലൂസായി പോകരുത്, എന്നാൽ അധികം തിക്കായും പോകരുത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇനി അടച്ചു വെച്ച് 25 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി അടുത്ത അപ്പവും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം നന്നായി ചൂടാറിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം ഇത് പാത്രത്തിൽ നിന്നും മാറ്റാൻ. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട്. നമുക്കിത് ഈ പ്ലേറ്റിൽ നിന്നും മാറ്റാം. നല്ല സോഫ്റ്റ് ആയ കിണ്ണത്തപ്പമാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പമാണിതെന്ന്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.